ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. അപ്പോൾ നമ്മുടെ LD ടൈപ്പിസ്റ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു സന്തോഷ വാർത്തയാണത്. അപ്പോൾ കഴിഞ്ഞ ദിവസം PSC പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാനൊക്കെ ഒരുപാട് ടൈമുണ്ട്. PSC കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ ടു ഡിസംബർ മാസമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈപ്പിസ്റ്റ് വളരെ ഗ്രാജുവലി വളരെ സൂക്ഷ്മമായിട്ടൊക്കെ പഠിച്ച് പോകാനുള്ള ഒരു ടൈം നമുക്ക് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. 2 ലക്ഷത്തിലേക്ക് ഒരേ പഠനം. 2 ലക്ഷത്തിലേക്ക് ഒരേ പഠനം, അതായത് കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 760/2025 അതുപോലെ LD ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 631/2025 എന്ന് പറയുന്ന തസ്തികയിലേക്കും വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് PSC പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ ഒരു ലോങ് പീരീഡ് 10 മാസത്തോളം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് തന്നെ എടുക്കുക കേട്ടോ. നേരത്തെ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോലുള്ള തസ്തികകൾക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ പരീക്ഷ എഴുതാൻ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ വിശദമായിട്ട് പഠിച്ചെടുക്കുവാനുള്ള ഒരു ടൈമിംഗ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ മുകളിൽ കാണുന്ന ആ നമ്പറിൽ വിളിക്കുക. 8590202323 ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പോൾ മികച്ച രീതിയിൽ നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രൂഫ് റീഡിംഗ് ഇൻ MS വേർഡ്. പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ? പ്രൂഫ് റീഡ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, തെറ്റുകുറ്റങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൂഫ് റീഡിംഗ് ഇൻ MS വേർഡ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രൂഫ് റീഡിംഗ്. അപ്പോൾ എന്താണ് പ്രൂഫ് റീഡിംഗ്? അതിനകത്ത് വരുന്ന സംഗതികൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൂഫ് റീഡിംഗ്. Proof reading in MS Word involves reviewing and editing documents to correct errors in spelling, grammar, punctuation, formatting and overall clarity. അപ്പോൾ പ്രൂഫ് റീഡിംഗ്, MS വേർഡിലെ പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ഡോക്യുമെൻറ്റിനെ റിവ്യൂ ചെയ്യുവാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ, ഗ്രാമർ മിസ്റ്റേക്കോ, പങ്ക്ച്വേഷൻ മിസ്റ്റേക്കോ, ഫോർമാറ്റിംഗ് പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ മൊത്തത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റിക്കൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി അതിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റണം, ഫിക്സ് ചെയ്യാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. അതിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൂഫ് റീഡിംഗ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയാറില്ലേ, ഒരു ഡോക്യുമെൻറ്റ് ഞാനത് റിവ്യൂ ചെയ്തിട്ട് പറയാം, എനിക്കൊന്ന് റിവ്യൂ ചെയ്യണം, പരിശോധിക്കണം, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പരിശോധിക്കേണ്ടതായിട്ട് വരും. അതിനെയാണ് റിവ്യൂവിങ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ആ ടാബിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. MS Word offers various tools to assist in efficient proof reading. വളരെ കാര്യക്ഷമമായിട്ട് ഈ പ്രൂഫ് റീഡിംഗ് അല്ലെങ്കിൽ റിവ്യൂവിംഗ് പോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ടൂളുകൾ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് അവൈലബിൾ ആണ്. എവിടെ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു? റിവ്യൂ ടാബിനകത്ത്. നമുക്ക് കുറേ മെനൂസ് ഉണ്ടല്ലേ, മെനൂസ് അല്ലെങ്കിൽ ടാബ് എന്ന് പറയാം, രണ്ടും ശരി തന്നെയാണ്. റിവ്യൂ ടാബിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡോക്യുമെൻറ്റിനെ പരിശോധിക്കുവാനായിട്ടുള്ള കുറേ ടൂളുകൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. കീ ഫീച്ചേഴ്സ് ആൻഡ് ടൂൾസ് ഫോർ പ്രൂഫ് റീഡിംഗ് ഇൻ MS വേർഡ്. അപ്പോൾ പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് വേർഡിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം നോക്കേണ്ടത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക്, ഹൗ ടു യൂസ്. ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെൻറ്റൻസുകൾ അല്ലെങ്കിൽ വാക്കുകളുടെ സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പോകേണ്ടത് എവിടെയാണ്? റിവ്യൂ ടാബിൽ പോവുക.
റിവ്യൂ ടാബിനകത്ത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാക്കുകളിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ സോഫ്റ്റ്വെയർ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ പറഞ്ഞു തരും. മറ്റ് പ്രാദേശിക ഭാഷയിലുള്ള വാക്കുകൾ ഇപ്പോൾ എന്താ പറയേണ്ടത്, അനന്ത പത്മനാഭൻ, തിരുവനന്തപുരം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഇംഗ്ലീഷ് വാക്കല്ല, മലയാളം വാക്കിന് നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കൊണ്ട് ടൈപ്പ് ചെയ്തതാണ്. അത്തരം വാക്കുകൾ ചിലപ്പോൾ സ്പെല്ലിംഗ് അത് ഫിക്സ് ചെയ്ത് തരത്തില്ലായിരിക്കാം. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എല്ലാ വാക്കുകളുടെയും സ്പെല്ലിംഗ് സോഫ്റ്റ്വെയറിൽ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. റീജിയണൽ ഭാഷയിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കറക്റ്റ് സ്പെല്ലിംഗ് ആണെന്ന് വായിച്ച് എൻഷുർ ചെയ്യേണ്ടതായിട്ട് വരും. അത് വേറെ കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കുക. കറക്റ്റ് സ്പെല്ലിംഗ് എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് സെറ്റാക്കി തരും. ഇപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഉദാഹരണത്തിന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഏതെങ്കിലും വാക്കിന് താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് കാണിച്ചു തരുന്നത് ചുമന്ന നിറത്തിലുള്ള ഇങ്ങനെയുള്ള ലൈൻസ് ഉപയോഗിച്ച് ആണ്. ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ലൈൻ ഒരു വാക്കിന് താഴെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ചുമന്ന കളറിലുള്ള ലൈനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് സോഫ്റ്റ്വെയർ തന്നെ എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്ത് തരും. അവിടെ ജസ്റ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്ക് വരാം. ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ടെൻസിൽ വരുന്ന മിസ്റ്റേക്ക്, ആർട്ടിക്കിൾസിൽ വരുന്ന മിസ്റ്റേക്ക്, കൺജക്ഷൻസ്, പ്രീപൊസിഷൻസ്, ജെറോണ്ട് റൂള്, ഇതെല്ലാം ടൈപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. ഒരു സെൻറ്റൻസിനോ അല്ലെങ്കിൽ വാക്കുകളോ എഴുതുമ്പോൾ അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പച്ച നിറത്തിലായിരിക്കും സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നത്, അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇങ്ങനെ പച്ച നിറം കാണുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ടെൻസും പിന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് സജസ്റ്റ് ചെയ്യും. അവിടെ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു എററും കൂടിയുണ്ട്. ഒരു വാക്കിൻ്റെ താഴെ ഇങ്ങനെ നീല നിറത്തിലാണ് ഇങ്ങനെ ലൈൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ വന്നിരിക്കുന്നത് എന്തെറാണ്, കണ്ടക്സ്റ്റുവൽ എററാണ്. എന്താണ് കണ്ടക്സ്റ്റുവൽ എറർ? കണ്ടക്സ്റ്റുവൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദയർ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഒരു ദയറാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് താഴെ നീല നിറത്തിലുള്ള ലൈൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെന്താണ്, കണ്ടക്സ്റ്റുവൽ എററാണ്. അതും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ലൈൻ ഉപയോഗിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, ചുമന്ന നിറം. ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ പച്ച നിറം. അതുപോലെ തന്നെ കോണ്ടക്സ്റ്റുവൽ എറേഴ്സ് ആണെങ്കിലോ നീല നിറം. വേവി ബ്ലൂ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ കിടക്കുന്നത് കേട്ടോ. വേവി ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരി, വേവി ബ്ലൂ. നേവി ബ്ലൂ അല്ല, വേവി ബ്ലൂ കേട്ടോ. വേവി ബ്ലൂ ആണ്, ആ ഒരു നിറത്തിലാണ് കണ്ടക്സ്റ്റുവൽ എറർ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് F7 ആണ്. എന്താണ് F7? കീബോർഡിൽ മൊത്തം 12 ഫംഗ്ഷൻ കീസ് ഉണ്ട്. ടൈപ്പിസ്റ്റ് ആകാൻ പോകുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ, അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. 12 ഫംഗ്ഷൻ കീസ് ഉണ്ട്. അതിനകത്തുള്ളൊരു ഫംഗ്ഷൻ കീ ആണ് F7 എന്ന് പറയുന്നത്. F7 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ടുള്ള ഡയലോഗ് ബോക്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സ്പെല്ലിംഗ് ഗ്രാമറിൻ്റെയൊക്കെ ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു ചെക്കിൻ്റെ ഡിറ്റക്ട്സ് ആൻഡ് സജസ്റ്റ് കറക്ഷൻസ് ഫോർ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമാറ്റിക്കൽ എറേഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. റിവ്യൂ സജസ്റ്റഡ് ചേഞ്ചസ് കെയർഫുള്ളി ബിഫോർ അക്സെപ്റ്റിംഗ്. അപ്പം ഈ സോഫ്റ്റ്വെയർ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഗ്രാമറും സ്പെല്ലിങ്ങും ഒക്കെ വായിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കാണ് പ്രൂഫ് റീഡിംഗ്, മൈക്രോസോഫ്റ്റ് വേർഡിലെ പ്രൂഫ് റീഡിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. തെസാറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. തെസാറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനോണിംസും ആന്റോണിംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിന് പകരമുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വാക്ക്, പര്യായ പദം കേട്ടോ. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റു വാക്കുകളെയാണ് എന്തെന്ന് പറയുന്നത്, സിനോണിംസ് എന്ന് പറയുന്നത്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ വിപരീത പദം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ്സ്. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് തെസാറസ് എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നമ്മളൊരു പ്രൊഫഷണലായിട്ടൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരേ വാക്ക് തന്നെ എഗെയിൻ ആൻഡ് എഗെയിൻ കണ്ടു കഴിഞ്ഞാൽ ഒരു ആവർത്തന വിരസത ഉണ്ടാകും. അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് എന്ത് ചെയ്യാറുണ്ട്, ഡോക്യുമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് വാക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് തെസാറസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിപരീത പദം, ഓപ്പോസിറ്റ് വേർഡ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? തെസാറസ് ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈറ്റ് ക്ലിക്ക് ഓൺ എ വേർഡ് ആൻഡ് സെലക്ട് സിനോണിംസ് ഓർ ഗോ ടു ദ റിവ്യൂ ടാബ് ആൻഡ് ക്ലിക്ക് തെസാറസ്. നമ്മളൊരു പർട്ടിക്കുലർ വാക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു മെനു വരും. അവിടെ സിനോണിംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പകരത്തിനുള്ള വാക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നേരെ റിവ്യൂ ടാബിൽ പോവുക, തെസാറസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സിനോണിംസും ആൻറ്റോണിംസും എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇതിൻ്റെ പർപ്പസ് എന്താണ്? ഫൈൻഡ് ഓൾട്ടർനേറ്റീവ് വേർഡ്സ് ടു ഇംപ്രൂവ് ക്ലാരിറ്റി ആൻഡ് വെറൈറ്റി. ദെൻ ഈ തെസാറസ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഷിഫ്റ്റ് F7 ആണ് കേട്ടോ. ഷിഫ്റ്റ് F7 എന്താണ്? ഷിഫ്റ്റ് F7 ആണ് നമ്മൾ ഈ തെസാറസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് F7 കേട്ടോ, ഷിഫ്റ്റ് F7. നേരത്തെ ഗ്രാമർ മിസ്റ്റേക്ക് F7 എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഷിഫ്റ്റ് F7 ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ തെസാറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനോണിംസും ആൻറ്റോണിംസും കണ്ടുപിടിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് തെസാറസ് എന്ന് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. അടുത്തത് ട്രാക്ക് ചേഞ്ചസ്. എന്താണ് ഈ ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്നത്? ട്രാക്ക് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെക്കോർഡ് ഓൾ എഡിറ്റ്സ് മെയ്ഡ് ടു ദ ഡോക്യുമെന്റ് അലോയിങ് അതേഴ്സ് ടു റിവ്യൂ ചേഞ്ച്. വേറെ ഒന്നുമല്ല, മൾട്ടിപ്പിൾ യൂസേഴ്സ് ആണ് ഒരു ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാരും എന്തെല്ലാം എഡിറ്റുകളാണ് അതിൽ ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിലധികം ആൾക്കാർ എഡിറ്റ് ചെയ്ത ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഓരോരുത്തരും എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത് എന്നുള്ളത് ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. പുതിയ ഇൻസർഷൻസ്, ഡിലീഷൻസ്, എന്തെങ്കിലും ഫോർമാറ്റിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ദെൻ യൂസ്ഫുൾ ഫോർ കൊളാബറേറ്റീവ് പ്രൂഫ് റീഡിംഗ്. ഇപ്പം കുറേ ആൾക്കാർ ഒരുമിച്ചാണ് പ്രൂഫ് റീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്തെന്നുള്ളത് ഓരോരുത്തർക്കും അറിയാൻ പറ്റും കേട്ടോ. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? റിവ്യൂ ടാബിൽ പോവുക. റിവ്യൂ ടാബിൽ പോയതിന് ശേഷം അവിടെ ട്രാക്ക് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓരോരുത്തരും നടത്തിയിരിക്കുന്ന എഡിറ്റിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഈ ട്രാക്ക് ചേഞ്ചസ് മറ്റുള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്തിരിക്കണം, എനാബിൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഓരോരുത്തരും നടത്തുന്ന എഡിറ്റുകൾ അത് റെക്കോർഡ് ചെയ്യുകയുള്ളൂ കേട്ടോ. അപ്പോൾ ട്രാക്ക് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ എഡിറ്റേഴ്സ് ഉള്ള ഒരു ഡോക്യുമെൻറ്റിൽ ഓരോ വ്യക്തികളും എന്തെല്ലാം എഡിറ്റുകളാണോ ആ ഡോക്യുമെൻറ്റിനകത്ത് നടത്തിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കണം. റിവ്യൂ ടാബിൽ നിന്നാണ് ഇത് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആക്സസ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കമൻസ് എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ കമൻറ്റ് പറയാറില്ലേ? പർപ്പസ്, ആഡ് നോട്ട്സ് ഓർ സജഷൻസ് വിത്തൗട്ട് ആൾട്ടറിങ് ദ ഒറിജിനൽ ടെക്സ്റ്റ്. ഒരു ഡോക്യുമെൻറ്റിനകത്ത് നമ്മൾ കുറേ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും എക്സ്ട്രാ നോട്ടുകളോ കമൻറ്റുകളോ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കമൻസ് എന്ന് പറയുന്നത്. ഒറിജിനൽ ടെക്സ്റ്റിനെ ഓൾട്ടർ ചെയ്യാതെ നമുക്ക് സജഷൻസോ നോട്ട്സോ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ നമുക്ക് കമൻസ് എന്ന് പറയാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം റിവ്യൂ ടാബിൽ പോയി ന്യൂ കമൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കമൻറ്റുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കമൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ടെക്സ്റ്റിനെ ഓൾട്ടർ ചെയ്യാതെ തന്നെ എക്സ്ട്രാ കമൻറ്റുകളും സജഷൻസും എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡോക്യുമെൻറ്റിൽ ചേർക്കാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കുക. ദെൻ റീഡ് അലൗഡ് ഓർ സ്പീച്ചിൻ്റെ പർപ്പസ് എന്താണ്? ഹിയർ യുവർ ടെക്സ്റ്റ് ടു ക്യാച്ച് എറേഴ്സ് ഓർ അവക്കാർഡ് ഫ്രേസിങ്. എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കേട്ട് നമുക്ക് ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കാം. അതിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് റീഡ് അലൗഡ് ഓർ സ്പീച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ വലിയൊരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ കുത്തിയിരുന്ന് വായിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനകത്ത് റീഡ് അലൗഡ് അല്ലെങ്കിൽ സ്പീച്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് സോഫ്റ്റ്വെയറിലൂടെ തന്നെ ഉള്ള ശബ്ദത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വായിച്ച് കേട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന അത്യാവശ്യം എറേഴ്സൊക്കെ കണ്ടുപിടിക്കാനും പറ്റും കേട്ടോ. ഇതിനെന്താണ് ചെയ്യേണ്ടത്? നേരെ റിവ്യൂ ടാബിൽ പോവുക കേട്ടോ. റിവ്യൂ ടാബിനകത്ത് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ റീഡ് അലൗഡ് ഫീച്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡോക്യുമെൻറ്റിനകത്തുള്ള കണ്ടന്റുകൾ കേട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. എറേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക നന്നായിട്ട്. ദെൻ നാവിഗേറ്റ് പെയിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വിക്ക്ലി മൂവ് ത്രൂ ഹെഡിങ്സ് ആൻഡ് സെക്ഷൻസ് ടു റിവ്യൂ സ്ട്രക്ചർ ആൻഡ് ഫ്ലോ.
നമുക്ക് ഹെഡിങ്സിലും സെക്ഷൻസിലും വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്ത് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റണം കേട്ടോ. നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചറും ഫ്ലോയും ഒക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നാവിഗേഷൻ പെയിൻ എന്ന് പറയുന്നത്. അതിന് നേരെ വ്യൂ ടാബിൽ പോവുക. വ്യൂ ടാബിൽ നാവിഗേഷൻ പെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡോക്യുമെൻറ്റിൻ്റെ ഹെഡിങ്സിലൂടെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചറും ഫ്ലോയും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റിനകത്തുള്ള കണ്ടന്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രോപ്പറായിട്ട് നാവിഗേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കണം. ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ 10-15 പേജ് ആയിരിക്കില്ല, 100, 1000, 2000 ഒക്കെ പേജസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇത്തരത്തിലുള്ള നാവിഗേഷൻ പെയിൻ പോലുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യേണ്ടി വന്നേക്കാം കേട്ടോ. ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻ്റ്ലി ലൊക്കേറ്റ് ആൻഡ് കറക്റ്റ് റിപ്പീറ്റഡ് എറേഴ്സ് ഓർ സ്പെസിഫൈഡ് വേർഡ്. അതായത് ഒരു വാക്കിനെ കണ്ടുപിടിക്കാനായിട്ട്, ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഒരു വാക്കിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫൈൻഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉപയോഗിക്കാം കേട്ടോ. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയും. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് Ctrl+H എന്ന് പറയുന്നത് കേട്ടോ. Ctrl+H. ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസും ഒക്കെ കിടക്കുന്നത് ഒരൊറ്റ ഡയലോഗ് ബോക്സിൽ തന്നെയാണ്. ഫൈൻഡ് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് Ctrl+F കൊടുക്കാം, Ctrl+F കൊടുക്കാം. റീപ്ലേസ് ആണെങ്കിൽ Ctrl+H എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരു വാക്കിനെ ഒരു ഡോക്യുമെൻറ്റിനകത്ത് നിന്ന് കണ്ടുപിടിക്കുവാനും ഒരു പർട്ടിക്കുലർ വാക്കിന് പകരം മറ്റൊരു വാക്കിനെ റീപ്ലേസ് ചെയ്യുവാനും അല്ലെങ്കിൽ മറ്റൊരു വാക്ക് അവിടെ കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് പഠിക്കാൻ വളരെയധികം സിമ്പിളാണ്. അപ്പം ഇതുപോലെ തന്നെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഈസി ആയിട്ട് ആൻസർ എഴുതുവാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. സോ നമ്മളിപ്പോൾ പ്രൂഫ് റീഡിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യണം. നമുക്ക് നോക്കാം. വിച്ച് കീ ഈസ് യൂസ്ഡ് ഇൻ MS വേർഡ് ടു ക്വിക്ക്ലി റൺ ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക്? അപ്പോൾ സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ Ctrl+S, ഓപ്ഷൻ ബി F7, ഓപ്ഷൻ സി Ctrl+P, ഓപ്ഷൻ ഡി F5. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? പറയൂ, നിങ്ങൾക്കറിയാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. F7 ആണ്. F7 ആണ് സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കേട്ടോ. F7 ആണ് സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട്. അതുപോലെ നേരത്തെ മറ്റൊരു സംഭവം പഠിച്ചു, തെസാറസ് അല്ലേ. തെസാറസ് സിനോണിംസും ആൻറ്റോണിംസും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് തെസാറസ് എന്ന് പറയുന്നത്. അപ്പം തെസാറസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താണ്? Shift F7 ആണ്. Shift F7 അതിപ്പോൾ തന്നെ പഠിച്ചു പോവുക കേട്ടോ. Shift F7 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തെസാറസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Shift F7 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. Then next question. In MS Word, which feature allows you to record all edits made to a document for review purposes? അപ്പോൾ നമ്മുടെ ഒരു റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻറ്റിനകത്ത് എന്തെല്ലാം എഡിറ്റുകളാണോ നടത്തിയിട്ടുള്ളത് അതെല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് പ്രൂഫ് റീഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ തെസാറസ്, ഓപ്ഷൻ ബി ട്രാക്ക് ചേഞ്ചസ്, ഓപ്ഷൻ സി ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, ഓപ്ഷൻ ഡി കമൻറ്റ്സ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയാമോ? എന്തായിരിക്കും? യെസ്, നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഓപ്ഷൻ ബി ട്രാക്ക് ചേഞ്ചസ്. മൾട്ടിപ്പിൾ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിവ്യൂവേഴ്സ് ആണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൾക്കാരാണ് പ്രൂഫ് റീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അതിൽ നടത്തിയിട്ടുള്ള കറക്ഷൻസ് ഹൈലൈറ്റ് ചെയ്ത് കാണുവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഈ ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്ന ഫീച്ചർ എനാബിൾ ആക്കിയാൽ മാത്രമേ നമ്മൾ നടത്തുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ എഡിറ്റുകൾ അതിനകത്ത് റെക്കോർഡ് ആവുകയുള്ളൂ കേട്ടോ. അല്ലാണ്ട് വെറുതെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് ട്രാക്ക് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം? റിവ്യൂ ടാബിനകത്ത് പോയി എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ട്രാക്ക് ചേഞ്ച് ഓൺ ചെയ്തിടണം. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർക്കും നേരത്തെ പ്രൂഫ് റീഡ് ചെയ്ത ആൾക്കാർ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ചെല്ലാം. വിച്ച് ടൂൾ ഇൻ MS വേർഡ് ഹെൽപ്സ് യു ടു ഫൈൻഡ് സിനോണിംസ് ഫോർ സെലക്റ്റഡ് വേർഡ്? അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാക്കിൻ്റെ സിനോണിം, അതിന് പകരമുള്ള മറ്റൊരു വാക്ക് അല്ലെങ്കിൽ പര്യായ പദം കണ്ടുപിടിക്കുവാനായിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഉപയോഗിക്കുന്ന ഫീച്ചർ ഏതാണ് അല്ലെങ്കിൽ ഏത് ടൂളാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, ഓപ്ഷൻ ബി തെസാറസ്, ഓപ്ഷൻ സി ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, ഓപ്ഷൻ ഡി റീഡ് അലൗഡ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയാമോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ
കറക്റ്റ് ആൻസർ വന്നിട്ട് തെസാറസ് ആണ്. തെസാറസ് നമ്മൾ പഠിച്ചു അല്ലേ, എന്താണ് സിനോണിംസും അതുപോലെ തന്നെ ആന്റോണിംസ്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് വേർഡ്സ് കണ്ടുപിടിക്കുവാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, തെസാറസ് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇതും റിവ്യൂ ടാബിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടൂളാണ്. റിവ്യൂ ടാബിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടൂളാണ് ഈ തെസാറസ് എന്ന് പറയുന്നത്. സിനോണിംസും ആന്റോണിംസും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, തെസാറസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൗ ക്യാൻ യു ആഡ് നോട്ട്സ് or suggestions to specific parts of a document without editing the text directly? അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റിനകത്തുള്ള ടെക്സ്റ്റ് ഡയറക്റ്റ്ലി എഡിറ്റ് ചെയ്യുന്നതിന് പകരം അതിനകത്ത് എന്തെങ്കിലും സജഷൻസോ കമൻസോ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ യൂസ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, ഓപ്ഷൻ ബി ആഡ് കമൻറ്റ്സ്, ഓപ്ഷൻ സി യൂസ് ട്രാക്ക് ചേഞ്ചസ്, ഓപ്ഷൻ ഡി യൂസ് ദ തെസാറസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നിങ്ങളുടെ മനസ്സിൽ വന്നത് തന്നെയാണ്. കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ആഡ് കമൻസ് ആണ്. ആഡ് കമൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടു ലിസൺ ടു ദ ടെക്സ്റ്റ് ബീയിങ് റീഡ് അലൗഡ് ഇൻ MS Word വിച്ച് ഫീച്ചർ ഷുഡ് യു യൂസ്? അപ്പോൾ ഒരു ഡോക്യുമെൻറ്റിനകത്തുള്ള വാക്കുകൾ വളരെ ഉച്ചത്തിൽ നമുക്ക് വായിച്ച് കേൾക്കണം, എറേഴ്സ് ക്യാച്ച് ചെയ്യാനായിട്ട്. അതിനായിട്ട് ഏത് ഫീച്ചറാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് അല്ലേ. ഓപ്ഷൻ എ റീഡ് അലൗഡ്, ഓപ്ഷൻ ബി സ്പീച്ച്, ഓപ്ഷൻ സി ട്രാക്ക് ചേഞ്ചസ്, ഓപ്ഷൻ ഡി കമൻസ്. ഏതായിരിക്കും പറയാമോ? യെസ്, ഓപ്ഷൻ എ റീഡ് അലൗഡ്. ഓപ്ഷൻ എ റീഡ് അലൗഡ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓപ്ഷൻ എ റീഡ് അലൗഡ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വെൻ യൂസിങ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഇൻ MS Word വിച്ച് ഷോർട്ട് കട്ട് ഈസ് കോമൺലി യൂസ്ഡ്? നമ്മൾ ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ Ctrl+F, ഓപ്ഷൻ ബി Ctrl+H, ഓപ്ഷൻ സി Ctrl+R, ഓപ്ഷൻ ഡി Ctrl+G. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, അതായത് Ctrl+H കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഒരു വാക്കിനെ കണ്ടുപിടിക്കുവാനും ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് കൊണ്ട് ഡോക്യുമെൻറ്റിലെ പേജുകളിൽ വയ്ക്കുവാനും ഉപയോഗിക്കുന്ന ഒരു ടൂള് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ്. അത് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+H ആണ്. ഫൈൻഡ് ചെയ്യാനായിട്ട് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ Ctrl+F, റീപ്ലേസ് ചെയ്യാനാണെങ്കിൽ Ctrl+H, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണെങ്കിൽ Ctrl+H എന്ന് പറഞ്ഞോളൂ. ശരി തന്നെയാണ്, രണ്ടും കിടക്കുന്നത് ഒറ്റ ഡയലോഗ് ബോക്സിൽ തന്നെയാണ്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു യൂസ് മൾട്ടിപ്പിൾ പ്രൂഫ് റീഡിംഗ് ടൂൾസ് ആൻഡ് മെത്തേഡ്സ്? മൾട്ടിപ്പിൾ പ്രൂഫ് റീഡിംഗ് ടൂൾസും മെത്തേഡ്സും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ടു സേവ് ടൈം, ഓപ്ഷൻ ബി ടു എൻഷുർ through review and catch different types of errors, option C to make the document look more complex, option D to avoid manual editing. എന്തായിരിക്കും എന്ന് പറയാമോ? യെസ്, to ensure. ഓപ്ഷൻ ബി ആണ്, to ensure through review and catch different types of errors. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള എറേഴ്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രൂഫ് റീഡിംഗ് ടൂൾസ്, മൾട്ടിപ്പിൾ പ്രൂഫ് റീഡിംഗ് ടൂൾസും മെത്തേഡ്സും വേർഡിനകത്ത് അവൈലബിൾ ആയിട്ട് ഉള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് എറേഴ്സ് വന്നേക്കാം. അപ്പോൾ പ്രൂഫ് റീഡിംഗ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എറേഴ്സ് എല്ലാം റെക്ടിഫൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഫൈനൽ ഡോക്യുമെൻറ്റ് പുറത്തിറക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഭാവിയിൽ ടൈപ്പിസ്റ്റുമാരാകാൻ പോകുന്ന നിങ്ങൾക്കെല്ലാം ഇത് ബാധകമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്യേണ്ട പണിയാണിത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൈക്രോസോഫ്റ്റ് വേർഡിൽ ഡോക്യുമെൻ്റ് എഡിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളിനി ഫ്യൂച്ചറിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ടൈപ്പിസ്റ്റുമാരായിട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ സിലബസിൽ ഈ കാര്യം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.